ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ സന്ദർശിക്കാനെത്തിയ ഇടതുപക്ഷ എംപിമാർ ഉൾപ്പെടെ LDF പ്രതിനിധി സംഘത്തെ ജയിൽ അധികൃതർ തടഞ്ഞു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിക്കുകയായിരുന്നു. അതേസമയം കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ദുർഗ് ജയിലിന് മുന്നിൽ നടന്നത് നാടകീയ രംഗങ്ങൾ. ബൃന്ദ കാരാട്ട്, ആനി രാജ, എംപിമാരായ കെ രാധാകൃഷ്ണൻ, A. റഹീം, ജോസ് കെ മാണി, PP സുനീർ ഉൾപ്പെടുന്ന സംഘത്തെ ദുർഗ് ജയിലിന് മുന്നിൽ അധികൃതർ തടഞ്ഞു. അനുമതി ചോദിച്ചില്ലെന്നായിരുന്നു ജയിൽ സൂപ്രണ്ടിന്റെ ആദ്യവാദം. എന്നാൽ അനുമതി ചോദിച്ച രേഖകളടക്കം ഹാജരാക്കിയപ്പോൾ സമയം അവസാനിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി. BJP സർക്കാരിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനമാണിതെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. We are here to meet the nuns, to express solidarity with them, with the Christian community and with women all over India, because the nuns have been so badly humiliated. They have been so unfairly treated. So we are here to express our solidarity. കന്യാസ്ത്രീകളുമായി സംസാരിച്ചാൽ സത്യം പുറത്തുവരുമെന്ന ഭയമാണ് അനുമതി നിഷേധിച്ചതിന് പിന്നിലെന്ന് എംപിമാർ പറഞ്ഞു. ഞങ്ങൾ 4 എംപിമാരാണ് വന്നിരിക്കുന്നത്, അല്ലാതെ കള്ളന്മാരല്ലോ. 4 എംപിമാർ വന്നിട്ട് പോലും ഞങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന പിടിവാശിയാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കാരണം പറഞ്ഞൊരു ഡിനൈ ചെയ്യുന്നതിൻ്റെ കാരണം അവരിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതും സത്യം പുറത്തു വരുന്നതും അവരോട് സമ്പർക്കം പുലർത്തുകയും ഭരണകൂടം ഭയപ്പെടുന്നതുകൊണ്ടാണ്. BJP ഗവൺമെൻറ് ഞങ്ങളെ അനുവദിക്കുന്നില്ല, പരമാവധി ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നു, കാണുന്നതിന് തടസ്സപ്പെടുത്തുന്നു, ബന്ധുക്കളെ കാണാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ ഈ ഒരു മറയുണ്ടാക്കുകയാണ്. കാരണം അവർക്ക് ഇത് സുതാര്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാമല്ലോ, സുതാര്യമായ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു രഹസ്യ അജണ്ടയുണ്ട്. ഈ ജനപ്രതിനിധികളായ ആളുകൾ വന്നിട്ടും ലോക്സഭയിലും രാജ്യസഭയിലെയും എംപിമാർ വന്നിട്ടും പ്രവേശനം നിഷേധിക്കുന്ന ഈ ജയിലധികാരികൾ യാതൊരു തരത്തിലുമുള്ള അധികാര സ്ഥാനത്തുമില്ലാത്ത BJPയുടെ ലോക്കൽ പ്രാദേശിക നേതാക്കൾ വന്നപ്പോൾ വലിയ സ്വീകരണം ജയിലിൽ നൽകിയെന്നാണ് വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. നാളെ വീണ്ടും ജയിലിലെത്തി കന്യാസ്ത്രീമാരെ സന്ദർശിക്കാനാണ് തീരുമാനം. അതിനിടെ മജിസ്ട്രേറ്റ് കോടതി കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നാളെ സെഷൻസ് കോടതിയെ സമീപിക്കും. സിബി ജോസഫ്, കൈർലി ന്യൂസ്, ഛത്തീസ്ഗഡ്.